ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ കഴിഞ്ഞ വീഡിയോ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസ് കുറേ അധികം ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ചെന്ന് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിന് താഴെ ഏറ്റവും കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കമൻറ്റാണ് ഞങ്ങൾക്കും ഇതേപോലെ വരുമാനം നേടണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെയുള്ള കമൻറ്റ്സ്. നിങ്ങൾക്ക് വരുമാനം വേണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത ഫീൽഡിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചിന്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകണം. കുർത്തിയും സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർ കുർത്തിയും നൈറ്റിയും ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം നിങ്ങൾ വേറെ ഏത് മേഖല ആണ് യുണീക്കായിട്ടുള്ളത് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. ഞാൻ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്കി ഉണ്ടായിരുന്ന സ്ക്രാപ്പൊക്കെ കത്തിക്കുന്നതിന് പകരം നമ്മൾ അത് വെച്ചിട്ട് നോർമലായിട്ട് നമ്മൾ ഉണ്ടാക്കുക മാറ്റ് അല്ലെങ്കിൽ നമ്മുടെ ടേബിൾ റണ്ണർ ഒക്കെയാണ് ഉണ്ടാക്കുക. അതിന് പകരമായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ ഒരു സോഫ്റ്റ് ടോയ്സ് എന്ന് പറയുന്നത്. ആ ഒരു സ്ക്രാപ്പ്, ആ ഒരു ബാലൻസ് വരുന്ന പീസൊക്കെ ഫില്ല് ചെയ്ത് ഓരോ ഷേപ്പിൽ ബെയറും ഡോഗും ഒക്കെ ആക്കി നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് ഇന്ന് ഞാൻ ഇപ്പോൾ ഈ ഒരു RCTയിൽ പഠിപ്പിക്കുന്നതും. നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും മെമ്മറി ബെയർ എന്ന് പറയുന്നത്. ഞാൻ യൂട്യൂബിൽ തന്നെ മലയാളത്തിൽ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ മെമ്മറി ബെയേഴ്സ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് മാത്രമല്ല, പുറത്തുള്ള രാജ്യങ്ങളിൽ അവരുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അവരുപയോഗിച്ച ടവലാണെങ്കിലോ നമുക്ക് സെൻഡ് ചെയ്ത് തരും. അത് വെച്ചിട്ട് അവർ പറയുന്ന ആ ഒരു മോഡലിലുള്ള ബെയർ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് 3000 തൊട്ട് 5000 രൂപ വരെയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും അവർ നമുക്ക് അയച്ചു തരുന്നതാണ്. കാരണം അവരുടെ മെറ്റീരിയൽസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഫില്ല് ചെയ്യുന്നതും അതിൽ നമ്മൾ ബാക്കി വരുന്ന പീസസ് വെച്ചാണ് അത് നമ്മൾ ഫില്ല് ചെയ്യാറുള്ളത്. അപ്പോൾ 0 കോസ്റ്റിൽ തയ്യൽ അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് മെമ്മറി ബെയേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളത്. മെമ്മറി ബയേഴ്സ് മാത്രമല്ല, അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ മെറ്റീരിയൽസ് വെച്ചിട്ട് അവർക്കൊരു കീപ് സേക്കായിട്ട് അവർ എന്താണോ പറയുന്നത്, ചിലവർ ബെയറായിരിക്കും പറയുക, ചിലവർ ഡോഗ് ചെയ്യാനായിരിക്കും പറയുക, ചില സമയത്ത് എലഫൻ്റ് ആയിരിക്കും പറയുക. അപ്പോൾ അവരുടെ ആ ഒരു കൺസേണിനനുസരിച്ച് പേഴ്സണലൈസ് ചെയ്ത് അതിൽ ചില സമയത്ത് നമുക്ക് എംബ്രോയ്ഡറി ചെയ്ത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. അപ്പോൾ അതേപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വസ്ത്രങ്ങൾ, അവർ ജനിച്ച സമയത്ത് അവരെ ഫസ്റ്റ് കവർ ചെയ്ത ടവൽസ് ഒക്കെ വെച്ച് അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ഓർഡേഴ്സും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അവരുടെ തന്നെ ഉടുപ്പ് വെച്ചിട്ട് അവർക്കുള്ള റാറ്റിൽസും ടെഡി ബെയേഴ്സും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. നല്ലൊരു മെമ്മറി ആയിട്ട് അവർക്ക് കീപ്പ് ചെയ്യാനും കൂടി പറ്റുക എന്നുള്ളത് ഈ ഒരു കാലത്ത് പേഴ്സണലൈസേഷന് ഏറ്റവും മുൻതൂക്കം നൽകുന്ന ഒരു കാലമാണ്. ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ബിസിനസ്സുകളാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വരേണ്ടത്. ഏത് മേഖലയിൽ തിരിഞ്ഞാലും പേഴ്സണലൈസേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ബെയറാണെങ്കിലും എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും അവരുടെ പേരും കുഞ്ഞു കുഞ്ഞു എംബ്രോയ്ഡറീസും അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും ഒക്കെ വെച്ച് അത് പേഴ്സണലൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ കൂടി പറ്റുമ്പോൾ നമ്മുടെ ബിസിനസ് വളർച്ച മുന്നോട്ട് തന്നെയാണ് പോകുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത് ഒരു ബെയറിൽ നിന്ന് തന്നെ നമുക്ക് 5000 രൂപ, 6000 രൂപ, ഏറ്റവും ചെറിയ ബെയറിന് 3000 രൂപയാണ് പ്രൈസായിട്ട്. നിങ്ങൾക്ക് എഡ്സൈൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 3000 രൂപയാണ് ഈ ഏറ്റവും ചെറിയ ഒരു ബെയറിന് റേഞ്ച് വരുന്നത്. അപ്പോൾ അവർ നമ്മളോട് പറയുന്ന സൈസിനനുസരിച്ച് നമ്മുടെ റേറ്റും കാര്യങ്ങളും
3000 രൂപയിൽ കൂടുതലായിരിക്കും ഓരോ പ്രൊഡക്റ്റിനും നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത്. കാരണം നമ്മൾ 0 കോസ്റ്റിനാണ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ത്രെഡും നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻ്റെ കറണ്ട് ചാർജ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കൈവച്ചാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സമയവും മാത്രമാണ് നമുക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ബാക്കി മെറ്റീരിയൽസ് എല്ലാം അവർ തന്നെയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അതനുസരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പ്രൊഡക്റ്റിൽ നിന്നും ലാഭം എന്ന് പറയുന്നത് 3000 രൂപയാണ്. മിനിമം 3000 രൂപയാണ്. ഒരു 18 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ ഒരു 20 ഇഞ്ചിൻ്റെ ഡോളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് 6000 രൂപയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഫുൾ പ്രോഡക്റ്റ്സ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് റാറ്റിൽസ്, ഒരു ടെഡി ബെയർ, അവർക്ക് മറ്റേ ഒരു കുഞ്ഞ് തല വെച്ചിട്ടുള്ള ഒരു ടവൽ പീസ് ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് അതിനനുസരിച്ച് ഒരു 8000 രൂപ ഒക്കെ ചാർജ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ജസ്റ്റ് ഒരു ദിവസം ഒരു 4 മണിക്കൂർ ഇരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് 8000 രൂപ നിങ്ങൾക്ക് ആ ഒരു സെയിലിൽ കൂടിയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മേഖല ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് തയ്യൽ മേഖലയാണെങ്കിൽ ആ ഒരു മേഖലയിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ ഒരു ഫീൽഡിൽ നിൽക്കാം എന്ന് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കാര്യത്തിൻ്റെ സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽസ് വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ചാനലിലേക്ക് പരിചയമുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇത് ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്